ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വേൾഡ് സോക്കർ ചാമ്പ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിക്കാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ മോശം പ്രകടനങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ബോർഡ് പറയുന്നത് ക്വാർട്ടർ ഫൈനലും റീച്ച് ചെയ്യാനാണ്. ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യും. ഓൾറെഡി ഇതിന്ന് പോയത്, അപ്പോൾ ഇത് അപ്ഡേറ്റ് ആവാത്തതുകൊണ്ട് ഇതിൽ ആ പ്ലേയേഴ്സ് ഉണ്ട്, ഓലെ റിലീസ് ചെയ്യാം നമുക്ക്. ഓൾറെഡി സ്ക്വാഡ് ജിംനസ്, പെപ്ര, രാഹുൽ, ഫാറൂഖ്, ലൂണ, നോഹ സദോയ്, സിംഗ്, അലക്സാണ്ടർ വൈഫ്, ഡ്രിൻസിച്ച്, കോട്ടാല്, സച്ചിൻ സുരേഷ്. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്ലേയേഴ്സിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ സൈൻ ചെയ്തത് ഗ്ലാൻ മാർട്ടിനസിനെയാണ്. ഗ്ലാൻ മാർട്ടിനസിനെ എല്ലാവർക്കും അറിയാതെ വിചാരിക്കുന്നു, ഗോവയുടെ പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ഇനി ശരിക്ക് ഒരു റൈറ്റ് വിങ്ങും കൂടിയും വേണം. അപ്പോൾ റൈറ്റ് വിങ്ങിൽ ഈ ഫ്രാൻസിൻ്റെ PSG കളിക്കുന്ന 16 വയസ്സുകാരനായ ചെറുക്കനാണ്, ഇബ്രാഹിം എന്നാണ് പേര്. അവനെയാണ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം പൊട്ടൻഷ്യലും അവനക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ അവനെ വാങ്ങിയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ സ്ക്വാഡ്. പിന്നെ ജിംനസും എംബാപ്പ എന്ന് പറയാം, ഇബ്രാഹിമും നോഹ സദോയാണ് ഫോർവേഡ്, ഡ്രിൻസിച്ച് ബാക്ക്, ഹോർമി പാംബ്രോയുവ, പിന്നെ അലക്സാണ്ടർ വൈഫിനൊക്കെ നമ്മൾ റിലീസാക്കി. ഓലൊക്കെ ടീം ഇട്ടിരിക്കണം. പ്രീതം കോട്ടാൽ, പിന്നെ സച്ചിൻ സുരേഷ്, ലൂണ, ഗ്ലാൻ മാർട്ടിനസ്, വിപിൻ മോഹനൻ. ഇതാണ് ഇപ്പോഴത്തെ സ്ക്വാഡ്. ഈ സ്ക്വാഡ് ബ്രൈസ് മിറാണ്ട ഓലൊക്കെ നമ്മൾ റിട്ടേൺ കൊടുന്ന്. അപ്പോൾ ഫ്രണ്ട്ലി നമ്മൾ സിം ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് മാച്ച് നമ്മൾ 2-0 അസറിൻ്റെയും ജിംനസിൻ്റെയും ഗോളിൽ ജയിച്ചിരിക്കണം. അപ്പോൾ കുറച്ച് ഓഫർ വന്നിട്ടുണ്ട് നമുക്ക്. പെപ്പറിനെയാണ് അത് നമ്മൾ എന്തായാലും കൊടുക്കില്ല, വിപിൻ മോഹനനും കൊടുക്കില്ല. അപ്പോൾ മുംബൈ പെപ്പർക്കും വിപിൻ മോഹനും 2 ടീമായ ഗോകുലം പഞ്ചാബുമാണ്. നെക്സ്റ്റ് മാച്ച് നമ്മൾ സെമി തോക്കാണ്. അപ്പോൾ നമ്മൾ ഈ കളി നമ്മൾ തോറ്റു. കുഴപ്പമില്ലാത്തൊരു പ്രകടനം നടത്തിയാണോ. 1-0 കുഴപ്പമില്ല. 1-0. അപ്പോൾ നമ്മൾക്ക് ISL ആദ്യ മാച്ച് മുംബൈ സിറ്റി ആയിട്ടാണ്. മുംബൈ സിറ്റി നമ്മളെയും കാട്ടി കരുത്തരാണ്. റേറ്റിംഗ് വെച്ചാലും നമ്മൾ ഫോർമേഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒഫെൻസീവ് ആക്കും, പ്രഷർ ലോ ആക്കും, അപ്പോൾ സ്റ്റാമിന നിലക്കും. അപ്പോൾ മുംബൈ സിറ്റി ഫസ്റ്റ് ചാൻസ് കേരളത്തിനാണ്. ഗ്ലാൻ മാർട്ടിനസ്, ജിംനസ്, ഫോർവേഡ് ടു ജിംനസ്, വീണ്ടും ജിംനസിൻ്റെ ഫസ്റ്റ് ഗോള് മുംബൈ സിറ്റി തോറ്റിൽക്കാണ്. അപ്പോൾ മുംബൈ സിറ്റിക്ക് ഒരു ചാൻസ് കിട്ടിക്കണം. മുംബൈ സിറ്റി നിക്കോളാസ് അപ്പോൾ ഒരു ഗോള് തിരിച്ചടിച്ച്. അടുത്ത ചാൻസിന് വീണ്ടും മുംബൈ സിറ്റിക്ക് ചാൻസ് ആണെന്നിരിക്കുന്നു. മെഹ്താബ് സിംഗ് ആണ്, അത് സച്ചിൻ സുരേഷ് സേവ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ചാൻസ് മുംബൈ സിറ്റിക്ക് വീണ്ടും ചാൻസാണ്. മുംബൈ സിറ്റി നല്ല പ്രഷർ ചെയ്യുന്നുണ്ട്, അത് സച്ചിൻ്റെ ഒരു ബ്ലോക്കായി. വീണ്ടും മുംബൈ സിറ്റിക്ക് ചാൻസ് ഇട്ടിരിക്കുന്നു. ബിപിൻ സിംഗ് സ്കോർ ചെയ്തിരിക്കുന്നു. മുംബൈ സിറ്റിക്ക് വീണ്ടും ഒരു ചാൻസ്. മുംബൈ സിറ്റി നല്ല പ്രഷർ ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. അപ്പോൾ വീണ്ടും ഒരു ചാൻസ് ഇട്ടിരിക്കുന്നു മുംബൈ സിറ്റിക്ക്. മുംബൈ സിറ്റി ക്രോസ്, വീണ്ടും സേവ്. നിക്കോളാസ് വീണ്ടും ഗോൾ അടിച്ചിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു റെഡ് കാർഡ്, ജീസസ് ജിംനസ്. അത് കുറച്ച് റിസ്ക്കാണ്, അതുകൊണ്ട് നമ്മൾ വിപിൻ മോഹനന് പകരം പെപ്രനെ ഇറക്കിയിരിക്കുന്നു.
പെപ്ര. കേരളത്തിന് പെപ്ര ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചാൻസ്. ക്വാമി പെപ്ര മുമ്പിലേക്ക്. ക്വാമി പെപ്ര ഷോട്ട്, ഗോൾ. അപ്പോൾ 3-2. 66 മിനിറ്റ്സ് 3-2. വീണ്ടും ഗ്ലാൻ മാർട്ടിനസ്. നോഹ സദൂയുടെ ഒരു ഗോൾ. 3-3. 72 മിനിറ്റിൽ വീണ്ടും മുംബൈ സിറ്റിക്ക് ഒരു ചാൻസ് ഇട്ടിരിക്കുന്നു. മെഹതാബ് സിംഗിൻ്റെ ഒരു ഷോട്ട് വീണ്ടും സേവ് ചെയ്തിരിക്കുന്നു സച്ചിൻ സുരേഷ്. നിക്കോളാസ് ഹാട്രിക്കുമായി മുംബൈ സിറ്റിയെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ഒരു മാറ്റം ഉള്ളതാണ്. ബ്രൈസ് മിറാണ്ടനെയും ഇറക്കിയ അസറിനെ ലൂണക്ക് പകരം ഇറക്കാം. അപ്പോൾ എല്ലാവർക്കും കമൻറ്റിൽ എന്തഭിപ്രായം പറയാം. അതിനനുസരിച്ചിട്ട് നമ്മൾ ടീം മാറ്റുന്നതാണ്. ഫസ്റ്റ് മാച്ച് നമ്മൾ ലോസ് ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ പോയിൻ്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ഒഡീഷ,